ഹലോ ട്രെയിനീസ്, ഇന്ന് നമ്മൾ പ്ലെയിൻ ബ്ലേഡിനെ ഗ്രൈൻഡും ഷാർപ്പ് ചെയ്യാനുമാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ ലക്ഷ്യങ്ങൾ: പ്ലെയിൻ ബ്ലേഡിനെ ഗ്രൈൻഡ് ചെയ്യാം, പ്ലെയിൻ ബ്ലേഡിനെ ഷാർപ്പൻ ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ജോബ് സീക്വൻസ്: ജാക്ക് പ്ലെയിൻ തിരഞ്ഞെടുക്കുക. കട്ടിംഗ് അയൺ, ക്യാപ്പ് അയൺ, വെഡ്ജ് എന്നിവ ചുറ്റിക കൊണ്ട് ചെറുതായി അടിച്ച് ജാക്കിൽ നിന്ന് നീക്കം ചെയ്യുക. ഗ്രൈൻഡിംഗ് വീൽ തിരഞ്ഞെടുക്കുക. വിള്ളലുകൾക്കായി ഗ്രൈൻഡിംഗ് വീൽ പരിശോധിക്കുക. കണ്ടെയ്നറിൽ ആവശ്യത്തിന് കൂളന്റ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. ടൂൾ റെസ്റ്റിനടുത്തുള്ള സംരക്ഷണ കവചം താഴ്ത്തുക. ആവശ്യമെങ്കിൽ ടൂൾ റെസ്റ്റ് ചക്രത്തോട് 2 മില്ലിമീറ്റർ അടുത്ത് ക്രമീകരിക്കുക. ഗ്രൈൻഡർ മെഷീൻ ഓണാക്കുക. കട്ടിംഗ് ഇരുമ്പിന്റെ കുറുകെ കട്ടിംഗ് ബെവൽ പിടിക്കുക. 20 മുതൽ 25 ഡിഗ്രി കോണിലായിരിക്കണം ഇത് പിടിക്കേണ്ടത്. ടൂൾ റെസ്റ്റിൽ കട്ടിംഗ് അയണിന്റെ ബോഡി വയ്ക്കുക. കട്ടിംഗ് ഇരുമ്പിന്റെ പോയിന്റ് ചക്രത്തിൽ സ്പർശിക്കാൻ അനുവദിക്കുക. കട്ടിംഗ് ബെവൽ അമിതമായി ചൂടാകുന്നത് തടയാൻ പരമാവധി മർദ്ദം നിലനിർത്തുക. കട്ടിംഗ് ഇരുമ്പ് ഒരു കൂളന്റിൽ ഇടയ്ക്കിടെ മുക്കുക. കട്ടിംഗ് എഡ്ജ് ഐസി അനീലിംഗ് ഇഫക്റ്റിൽ നിന്ന് നീല നിറം ഒഴിവാക്കുക. ഇരുമ്പ് മുറിക്കുന്നത് എണ്ണക്കല്ല് ഉപയോഗിച്ച് ഫിനിഷിംഗ് ചെയ്യുക. കട്ടിംഗ് എഡ്ജ് കല്ലിൽ സമാന്തരമാകുന്നതുവരെ മൂർച്ച കൂട്ടുക. സ്റ്റോണിന്റെ വീതിയിൽ ബ്ലേഡ് പുറകോട്ടും മുന്നോട്ടും നീക്കുക. ബ്ലേഡിന്റെ പരന്ന ഭാഗത്ത് ഒരു ബർ രൂപപ്പെടുന്നതുവരെ. ബ്ലേഡ് തിരിക്കുക. കല്ലിൽ നന്നായി പിടിക്കുക. മികച്ച കട്ടിംഗ് എഡ്ജ് ലഭിക്കുന്നതിന് ബർ അപ്രത്യക്ഷമാകുന്നതുവരെ വശങ്ങളിൽ നിന്ന് വശത്തേക്ക് തടവുക. ക്യാപ്പ് അയൺ, കട്ടിംഗ് അയൺ, ജാക്ക് പ്ലെയിനിന്റെ വെഡ്ജ് എന്നിവ പുനഃസജ്ജമാക്കുക. ക്യാപ്പ് അയണും കട്ടിംഗ് ഇരുമ്പും 1 മില്ലിമീറ്റർ വിടവ് നിലനിർത്തുക. നല്ല ഉപരിതല ഫിനിഷിംഗിനായി ഒരു തീക്ഷ്ണമായ കട്ടിംഗ് എഡ്ജ് നിർമ്മിക്കുന്നതിന് ഒരു പ്ലെയിൻ ബ്ലേഡിന്റെ മൂർച്ച കൂട്ടൽ ആവശ്യമാണ്. കൂടാതെ കുറഞ്ഞ പ്രയത്നത്തോടെ മികച്ച പ്ലെയിനിംഗ് നടത്തുക. ഷാർപ്പനിങ്ങും ഹോണിങ്ങും: 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ സ്ഥിരവും ശരിയായതുമായ ആംഗിൾ നിലനിർത്തിക്കൊണ്ട് ബ്ലേഡ് അതിന്റെ ബെവൽ ഉപയോഗിച്ച് ഉരച്ച് എണ്ണക്കല്ലിൽ മൂർച്ച കൂട്ടുന്ന പ്രക്രിയ നടത്തുന്നു. ഒരു ബർ അല്ലെങ്കിൽ വയർ എഡ്ജ് നിർമ്മിക്കുന്നതുവരെ ഈ റബ്ബിംഗ് തുടരുന്നു. പ്ലെയിൻ ബ്ലേഡിന്റെ പരന്ന മുഖത്തിന്റെ പിൻഭാഗം ഓയിൽ സ്റ്റോണിൽ തടവി അതിന്റെ ബെവൽ മുകളിലേക്ക് നിലനിർത്തിക്കൊണ്ട് ബർ നീക്കം ചെയ്യുന്നു. മൂർച്ച കൂട്ടുന്ന സമയത്ത് ഘർഷണം മൂലമുണ്ടാകുന്ന താപം കുറയ്ക്കുന്നതിനും എണ്ണക്കല്ലിന്റെ സുഷിരങ്ങളിൽ നിന്ന് ലോഹങ്ങളെ ഒഴുക്കിവിടുന്നതിനും എണ്ണക്കല്ലുകൾ അടയുന്നത് തടയുന്നതിനും എണ്ണ ഉപയോഗിക്കുന്നു. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.